ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ട്രാവൽ വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി കാലിക്കറ്റ് കരിയത്തുംപാറ കക്കയം റൂട്ട്, കക്കയത്തിൻ്റെ അടുത്താണ് ഈ കരിയത്തുംപാറ പോകണമെന്ന് വിചാരിച്ച് നിൽക്കുന്നത്. ഞാൻ പോകാൻ പറ്റിയിട്ടില്ല, ഇനി ഓരോ ആഴ്ച ഓരോ ഇതാണ്. അപ്പം ഞാനും മോളും മക്കളും പോകാമെന്ന് വിചാരിച്ചത്, അതുപോലെ ആങ്ങളുടെ മക്കളെയും കൂട്ടാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ അന്നൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പം പിന്നെ ഇവരിത് നാത്തൂൻ്റെ മോളും മക്കളാണ് രാമനാട്ടിലുള്ള. അപ്പോൾ ഒരു വന്നപ്പം പിന്നെ ആ പോക്ക് അങ്ങനെ ആയി. അപ്പം പിന്നെ മോളൊന്നും കൂട്ടാൻ എനിക്ക് പറ്റിയിട്ടില്ല. പിന്നെ വണ്ടിയിൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ, പിന്നെ ഓരോന്നെ എല്ലാവരും ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ വിളിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ പോകുമ്പോൾ എവിടെക്കെങ്കിലൊക്കെ ഞാൻ ഓരോ കൂട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും പ്രശ്നമില്ല, ഞാൻ വിചാരിച്ചതിന് ഓരോ കൂട്ടണമെന്ന്. പിന്നെ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാനുള്ള ഒരുക്കാണ്. ഞാൻ ചിക്കൻ തലേ ദിവസവും കായം തേച്ച് വെച്ചിരുന്നു. പൊരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത്. ബിരിയാണിയൊക്കെ ആയിട്ടാണ് പോണത്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും ചട്ടിനിയാണ്. അപ്പോൾ ഇഡ്ഡലിൻ്റെ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലിയും ചട്ടിനി ഒക്കെ ഉണ്ടാക്കുകയാണ്. അത് ചിക്കൻ സൈഡിൽ പൊരിക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒരു ട്രാവലും കൂടാണ് കേട്ടോ. നമ്മൾ ഫുഡൊന്നും പുറത്തുനിന്ന് വാങ്ങാതെ പോകാമെന്നുള്ളത് ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തതാണ്. അപ്പം പിന്നെ രാവിലെ ചായ അടിച്ച് പോയാൽ പിന്നെ ഫുഡ് വേഗം കഴിച്ചാൽ മതിയല്ലോ. പിന്നെ വരുമ്പോൾ ഞങ്ങൾ ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ്. ചായ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ മക്കൾക്കൊക്കെ ഐസ്ക്രീം വാങ്ങി കൊടുത്ത് അങ്ങനെ വെള്ളവും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയിക്കാൻ കേട്ടോ. വെറുതെ മിനറൽ വാട്ടറൊന്നും വാങ്ങണ്ടല്ലോ. അങ്ങനെ വെള്ളം ഒക്കെ ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയാക്കി ദമ്മിടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ച് കുളിക്കലും മാറ്റലൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഒരുക്കാണ്ട്. ഒരു 10 മണിക്ക് പോയിട്ട് 12 മണിക്ക് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. 1.5 മണിക്കൂറാണ് ഗൂഗിളിൽ കാണിച്ചത്. പക്ഷേ നമ്മൾ ബ്ലോക്കും കാര്യങ്ങളായിട്ട് 11:50 ഞങ്ങൾ അവിടെ എത്തിയത്. അതവരൊക്കെ മാറ്റി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓരോരുത്തർ മാറ്റിയാണ്. അപ്പോൾ ബീച്ചിക്കാണ് ഒരു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അസാനുവിനാണ് ഇതിങ്ങനെ ബീച്ചിൽ പോകാൻ എന്നിട്ട് ഒരു 2 ആഴ്ച കൂടുമ്പോൾ പറയും ഒന്ന് പോയി എന്നാൽ പിന്നെ 2 ആഴ്ചക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല, പിന്നെ തുടങ്ങുമെന്ന് പറയാം. അപ്പം ഇപ്രാവശ്യം നമ്മളിങ്ങനെ പോകാമെന്ന് വിചാരിച്ച് മുന്നേ ഒരു 2 മാസം മുന്നേ നമ്മൾ ബീച്ചിൽ പോയിന്. അപ്പം ഇനി പോകുമ്പോൾ നമുക്ക് അങ്ങനെ പോകാമെന്ന് മോള് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ വെള്ളത്തിലേക്ക് കളിക്കുന്നവർ പേടിക്കേണ്ട, നല്ല തെളിഞ്ഞ വെള്ളമാണ്, വൃത്തിയുള്ള വെള്ളമാണ്, ഒഴുകുന്ന വെള്ളമല്ലേ. അപ്പം പിന്നെ നല്ല ആളില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്, മക്കൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, നല്ല നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടെ നിന്ന് കളിച്ചാൽ മതിയല്ലോ അവർക്ക്. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഞങ്ങൾ വെച്ചത്. അങ്ങനെ ഇതാ ബിരിയാണിയൊക്കെ ദമ്മിട്ട് പാത്രത്തോടൊക്കെ തന്നെ നമ്മൾ കാറിലേക്ക് വെക്കുകയാണ്, വെള്ളത്തിൻ്റെ ബോട്ടിലും. പിന്നെ ഒരു സലാഡ് ഉണ്ടാക്കി, ഒരു അച്ചാറിൻ്റെ കുപ്പി വാങ്ങി, അതാണ് ഇട്ടുണ്ടായത്. പിന്നെ കുട്ടിയൊക്കെ തിന്നാനുണ്ടോന്ന് പ്ലേറ്റ് അങ്ങനെയൊക്കെ അത് കൊടുത്ത് അവിടുന്ന് പിന്നെ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വിരിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. അസാന് വലിയ ബീച്ചിൽ പോകാമെന്നാണ് പറഞ്ഞത്. നമ്മൾ ചെറിയൊരു ബീച്ചാണ് ഇപ്പോൾ പറയാം. എനിക്ക് വലിയ ബീച്ചിൽ പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇതാ ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ രാമനാട്ടുകര മേൽപ്പാലൊക്കെ എത്തിയാണ് കേട്ടോ. അസാനുവിന് അങ്ങനെ അബുവാമിന് അങ്ങനെയൊന്നും പറയില്ല, ഇഷ്ടമാണ്. പക്ഷെ മോൻ അങ്ങനെ റിയാക്ട് ചെയ്യില്ല, അങ്ങനെയൊന്നും പറയൂല. ഉള്ളിൽ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും പറയില്ല. അസാന് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം പിന്നെ പറയുമ്പോൾ അങ്ങോട്ടെങ്കിലും ഒന്ന് കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. പിന്നെ ഞങ്ങൾ മെയിൻ റോഡൊക്കെ വിട്ട് പിന്നെ ഏതാണ്ട് അടുത്തെത്താനായി ഉള്ളോട്ടുള്ള സ്ഥലത്തിട്ടോ. അവിടുന്ന് കക്കയത്തേക്ക് എത്ര 13 കിലോമീറ്ററൊക്കെ കാണിക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. ഇതിന് മുന്നേ ഞങ്ങളൊരിക്കൽ പോയി റോഡ് ഭയങ്കര മോശമായിനി. പിന്നെ അങ്ങനെ തന്നെയാണ് റോഡൊന്നും ഞങ്ങൾക്ക് അറിയില്ല. മോൻ പറഞ്ഞ് പോകണമെങ്കിൽ പോകാമെന്ന്. പിന്നെ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് കാക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പോകാമെന്നല്ലാതെ പറ്റൂല. പിന്നെ ഞങ്ങൾ പോയിട്ടില്ല. അങ്ങനെ പിന്നെ അവിടെ എത്താനായപ്പോൾ ഒരു തോണിക്കട പറഞ്ഞ സ്ഥലമുണ്ട്. അവിടുത്തെ ഒരു ഇതാണ് കേട്ടോ. ഞങ്ങൾ വണ്ടി നിർത്തിയാണ് മോനെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ ഇതുണ്ട്. പിന്നെ കുട്ടികൾക്ക് 10 രൂപ, വലിയ ആൾക്ക് 30 രൂപ എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറാൻ ആ ഒരു ഫീസ് വേണം കേട്ടോ. ആദ്യമൊന്നും അതില്ല എന്നാണ് തോന്നുന്നത്, ഇപ്പോഴാണ് അതൊക്കെ ആയത്. അപ്പം നമുക്ക് വൈകുന്നേരം വരെ അവിടെ നിൽക്കാം, കുഴപ്പമില്ല. അതിൻ്റെ അടുത്ത് പുറത്തേക്ക് നമ്മൾ ഗേറ്റ് കടന്ന് പുറത്തേക്ക് വന്നാലും ഫുഡ് എടുക്കാനൊക്കെ വന്നീനി. നമ്മൾ ബാത്റൂം പോകാനോ നിസ്കരിക്കാനൊക്കെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയാൽ കുഴപ്പമൊന്നുമില്ല. പിന്നെയും വരാം. ആ ഒരു ടിക്കറ്റ് മതി വൈകുന്നേരം വരെ നമുക്ക് നിൽക്കാൻ. അപ്പോൾ അവിടെയൊക്കെ എത്തിയിട്ട് ഇതാവുന്ന വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം, അടിയിൽ കുറേ കല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് ആ വെള്ളം അങ്ങനെ തെളിഞ്ഞാണ് പോണത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടുന്ന് ഇങ്ങനെ ഒഴുകി വരുന്നത്.
അപ്പോൾ നമ്മളെ ഇന്നുമോള് നല്ല ഇതേനി ആദ്യമൊന്നും തീരെ വെള്ളത്തിലിറങ്ങാൻ പേടിച്ച് നിന്ന്. അപ്പോൾ സിലും സിദ്രയൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് കാല്. അതുകൊണ്ട് മോളെ മക്കളാണ് കേട്ടോ, 2 പെൺകുട്ടികളാണ് ഒക്കെ. നമ്മൾ സിലു സിദ്ര എന്ന് വിളിക്കും പെൺകുട്ടികളെ. മോളെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓള് പിന്നെ ഇങ്ങനെ വെച്ച് വെക്കും. അപ്പം ഒന്നും കയറ്റിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും മാമനോടെന്ന്. മാമനെ കാണുമ്പോൾ ചിരിക്കും. പിന്നെ മാമൻ വന്നിട്ട് ഇറങ്ങിയപ്പോൾ ഓളും ഇറങ്ങി. മാമൻ വന്നപ്പോൾ ഓൾക്ക് ധൈര്യം വന്ന പോലെ ഇനി അത് പറഞ്ഞാണ്ട് മോന് ഭയങ്കര ഞാനാരാ മോൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കേനി. ഞങ്ങളൊരു 12 മണിക്ക് എത്തിയിട്ട് ഞങ്ങളൊരു 1:30 വരെയൊക്കെയാണ് അവിടെ കളിച്ചത്. അത്ര നേരം ഇതാക്കിയിട്ടുള്ളൂ. നല്ല വെയിലുണ്ടായിന്. പക്ഷെ വെള്ളത്തിൽ നിൽക്കുമ്പോൾ ആ വെയിലൊന്നും അറിയില്ല കേട്ടോ. കാരണം നല്ല തണുപ്പ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വെയിൽ കൊള്ളൊന്നും അറിയുന്നില്ല. ഇടയ്ക്ക് ഇങ്ങനെ മൂടുന്നുണ്ട് വെയിൽ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇത് അസാനുവിന് ഭയങ്കര നീന്താനൊക്കെ ഇതാണ്. അവരുടെ അടുത്തുള്ള ഒരാൾ പറയുന്നു ഓരോ കുട്ടീനോട് കല്ലുമ്മ നിന്നാണ്ട് കാലോട് ഇങ്ങനെ ഇതാക്കിക്കുന്നു. അപ്പോൾ അതൊക്കെ കേട്ടോ ഓനും അതേപോലെ ചെയ്ത് നോക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കയറാമെന്ന് വിചാരിച്ചു. അപ്പം മോള് പിന്നാണ് കേട്ടോ. മോന് വന്നാരാണ് ഇതാക്കിയത്. മോന് വന്നപ്പോൾ ഉണ്ട് കണ്ടില്ലേ ഇറങ്ങിങ്ങാണ്ട് പിന്നെ ഇതാക്കി നിൽക്കുന്നത്. അപ്പോൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ല. പിന്നെ മോൾ ഉടുപ്പൊക്കെ കഴിച്ചാണ്ട് നല്ല കളിയിന്. പിന്നെ ഓൾ പോരുന്നില്ല. കല്ലുമ്മലൊക്കെ ഇരുന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ ആൾക്ക് വരാനേ ഇഷ്ടമില്ല. പിന്നെ വെള്ളത്തിൽ കളിക്കാന്ന് പറയാം. അസാനുവിനും കുറച്ച് കളിങ്ങാണ്ട് പിന്നെ എല്ലാവരും കയറ്റി. കയറാനൊന്നും ആർക്കും ഇഷ്ടമില്ല. പിന്നെ ഫുഡൊക്കെ കഴിക്കണ്ട. എല്ലാവർക്കും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പോന്ന് മോളൊക്കെ പോയി വണ്ടിയിൽ നിന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളവിടെ ഒരു ബെഡ്ഷീറ്റൊക്കെ വെച്ചിങ്ങാണ്ട് ഞങ്ങൾ തിന്ന്. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആദ്യം കൊടുത്ത് ഓരോരുത്തർ ഇങ്ങനെ 3 പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ടൊക്കെ തിന്ന്. പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ കുറേ മക്കളെ ഓടിയൊക്കെ കളിച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാം. മൂന്നാറുണ്ട് എക്കോ പോയിൻ്റ് എന്ന സ്ഥലം. അതിൽ പോയി എന്ന പോലെ തോന്നും. അത് അതിനെക്കാട്ടും വീതിയൊക്കെ ഉണ്ട് കേട്ടോ. അത് പോയാൽ അവർക്ക് നമുക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ പറ്റണില്ല. കുട്ടികൾക്കൊന്നും പറ്റൂല. നമുക്ക് ഇവിടെ ആകുമ്പോൾ അതൊന്നുമല്ല. കുട്ടികൾക്കൊക്കെ ഇറങ്ങി ഒരുപാട് നേരം കളിക്കുക. ഓർക്കിങ്ങനെ ഓരോ എൻജോയ്മെൻറ്റ്. പിന്നെ മുന്നേ 5 വർഷം ഞങ്ങൾ പോയിട്ടുണ്ട്. അന്ന് ഈ വെള്ളപ്പൊക്കം തുടങ്ങുന്നൊരു മുന്നേ. അപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു മഴ തുടങ്ങിയത് അന്നാണ്. ഞങ്ങൾ പോയി അവിടെ എത്തിയപ്പോൾ തുടങ്ങി മഴ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്ന് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. കുറച്ചൊക്കെ നേരം ഒരു 1/2-3/4 മണിക്കൂർ നേരമൊക്കെ നിന്ന് വേഗം പോകുന്നു. ഭയങ്കര മഴയും. ഞങ്ങൾ കക്കയം ഡാം കാണാൻ പോകാൻ ഞങ്ങൾ കയറിയപ്പോൾ മഴ കൂടി. വണ്ടീനൊക്കെ അവിടെ നിർത്തി വണ്ടീനൊക്കെ തിരിച്ച് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടേക്കൊന്നും നിർത്താൻ പറ്റിയില്ല. അങ്ങനെ കക്കയത്തേക്കൊന്നും അവിടുത്തെ ഡാം കാണാനൊന്നും പോയിട്ടില്ല. ഇവിടെ തന്നെ നിന്ന് ഞങ്ങളൊരു 3:15 അവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ 5 മണിയാകുമ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വണ്ടി പാർക്കിനടുത്ത് വന്നാണ്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. അവിടെ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു മക്കൾക്ക് എല്ലാവർക്കും. അതൊക്കെ കഴിച്ചങ്ങാണ്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ഇരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ലൈക്ക് കമൻറ്റും ഒക്കെ ആണ് കേട്ടോ എൻ്റെ വീഡിയോ മറ്റുള്ളവരിലേക്ക് കൊണ്ട് എത്തിക്കുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വലിയൊരു സമാധാനം. ഇതുവരെ ആയ എല്ലാ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും